നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി 2022 വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ വീക്കിലെ ഫസ്റ്റ് ക്ലാസ് ആണിത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ തരാൻ പോകുന്നത് SCERT നിന്നും ഈ വീക്കിൽ പഠിക്കേണ്ട ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്. അത് +1 +2 ചാപ്റ്റേഴ്സ് കാണാം, അല്ലെങ്കിൽ NCERT ചാപ്റ്റേഴ്സ് കാണാം. SCERT ചാപ്റ്റേഴ്സ് 5 to 10 ആ ഒരു ലെവലിലാണ് തരുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി SCERTയുടെ പല ചാപ്റ്റേഴ്സും കുറേ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ മാക്സിമം ആവശ്യമുള്ളത് മാത്രമാണ് തരുന്നത്. എങ്കിലും ലിസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് അതിനകത്തുനിന്ന് എല്ലാ കാര്യങ്ങളും വേണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി, എക്കണോമിക്സ്, മാത്സ്, അതുപോലെ മലയാളം, ജനറൽ ഇംഗ്ലീഷ്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിൽ നിന്ന് ഒരു പോർഷൻ. ഇത്രയാണല്ലോ നമുക്ക് ഈ വീക്കിൽ പഠിക്കാനുള്ളത്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ഇൻ ബയോടെക്നോളജി, ആപ്ലിക്കേഷൻ ഇൻ ബയോടെക്നോളജി എന്നുള്ള പേരിൽ +2 പുസ്തകത്തിനകത്ത് ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ബാക്കി ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി നമ്മൾ ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മതി. മാക്സിമം റാങ്ക് ഫയൽസിൽ നിന്നൊക്കെ പഠിക്കുക എന്നുള്ളതേ പറയുന്നുള്ളൂ. ബാക്കി ജോഗ്രഫി, എക്കണോമിക്സിൽ നിന്നാണ് മെയിൻ ആയിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ളത്. SCERT, NCERT ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത്. അപ്പം NCERT ഒക്കെ മാക്സിമം ഞാൻ കുറച്ചാണ് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സിനകത്ത് സെലക്ട് ചെയ്ത് പഠിക്കാനെങ്കിലും ശ്രദ്ധിക്കുക. പറയുന്നത് മനസ്സിലാവുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ഇനി ഒരു സംശയം വരരുതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് വന്നു കഴിഞ്ഞാലും ഡിസ്ക്രിപ്റ്റീവിന് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എളുപ്പമായിരിക്കും. ഒന്നുകൂടെ പറയുന്നു. അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഓരോന്നായിട്ട് നോക്കാം. നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ലിസ്റ്റ്. ആദ്യം ഞാൻ ജോഗ്രഫിയുടെ ബുക്ക് ലിസ്റ്റ് പറയാം. നമുക്ക് പഠിക്കാനുള്ള എന്താണ്, എർത്തിൻ്റെ സ്ട്രക്ചർ തൊട്ട്, ബേസിക്സ് ഓഫ് ജോഗ്രഫി തൊട്ടാണ്. അപ്പം ആദ്യം നിങ്ങൾ ചാപ്റ്റർ 5 ക്ലാസ് 6 ഭൂമി, കഥയും കാര്യവും. അതിനുശേഷം ക്ലാസ് 7 ചാപ്റ്റർ 7 ഭൂമിയും ജീവലോകവും. ക്ലാസ് 8 ചാപ്റ്റർ 10 ഭൂമിയുടെ പുതപ്പ്, അത് അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ക്ലാസ് 7 ചാപ്റ്റർ 12 സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും. ക്ലാസ് 8 ചാപ്റ്റർ 3 ഭൗമ രഹസ്യങ്ങൾ തേടി. ക്ലാസ് 9 ചാപ്റ്റർ 4 പ്രകൃതിയുടെ കൈകളാൽ. ക്ലാസ് 9 ചാപ്റ്റർ 1 സർവവും സൂര്യനാൽ. ക്ലാസ് 9 ചാപ്റ്റർ 7 സുരക്ഷിതമായ നാളേക്ക്. ക്ലാസ് 9 ചാപ്റ്റർ 2 കാലത്തിൻ്റെ കയ്യൊപ്പുകൾ. ക്ലാസ് 10 ചാപ്റ്റർ 1 ഋതുഭേദങ്ങളും സമയവും. ക്ലാസ് 10 ചാപ്റ്റർ 2 കാറ്റിൻ്റെ ഉറവിടം തേടി. ക്ലാസ് 8 ചാപ്റ്റർ 12 ഭൂമിയിലെ ജലം. അപ്പം ഇത്രയും ചാപ്റ്റർ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചിരിക്കണം. അതായത് ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഭൂമിയിലെ ജലത്തിനകത്തൊക്കെ എല്ലാ പോയിന്റും നമുക്ക് വേണ്ട. അപ്പം നമ്മുടെ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പോയിന്റ്സ്. അപ്പം നമ്മൾ സിലബസ് ആദ്യം എടുത്ത് വെക്കുക. എന്നിട്ട് ഈ ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലായി തുടങ്ങും എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പം അതിൽ നിന്നും പിക്ക് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി +1 ജോഗ്രഫി ചാപ്റ്റേഴ്സ് നിങ്ങളോട് പറയാനുള്ളത്, +1 ജോഗ്രഫി ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. പലരും നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ 10 വരെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മാക്സിമം പഠിക്കും, സമയമുണ്ടെങ്കിൽ +1 പഠിച്ചാൽ മതിയെന്ന്. അങ്ങനെയല്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കുറച്ചെങ്കിലും കേട്ട ആൾക്കാർ 30+ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള കമൻറ്റൊക്കെ ഞാൻ കണ്ടു. നല്ല സന്തോഷമുണ്ട്. നിങ്ങൾ പറഞ്ഞത് അനുസരിക്കാനെങ്കിലും ട്രൈ ചെയ്തല്ലോ. അപ്പോൾ ഇനിയുള്ളവരോട് പറയാനുള്ളത്, ഞാൻ അടക്കമുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് +1 ചാപ്റ്റേഴ്സിന് നന്നായിട്ട് ഊന്നൽ കൊടുത്ത് പഠിക്കുക. പ്രത്യേകിച്ച് UPSC ലെവലുകാരൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു പുസ്തകമാണ് +1 ജോഗ്രഫി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ജോഗ്രഫി, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇന്ത്യയുടെ ജോഗ്രഫി. ആ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ട് വാങ്ങിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ കയ്യിലൊക്കെ അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഇരിപ്പുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഭൂമിശാസ്ത്രം, ആ +1 തന്നെ ഭൂമിശാസ്ത്രം. അതിനകത്ത് ചാപ്റ്റർ 2 ഭൂമിയുടെ ഉള്ളറ. അതുപോലെ ശിലകൾ പഠിക്കാനായിട്ട്, റോക്സ് പഠിക്കാനായിട്ട് ധാതുക്കളും ശിലകളും ചാപ്റ്റർ 5. +1 തന്നെ ചാപ്റ്റർ 7 ഭൂരൂപങ്ങളും അവയുടെ പരിമാണവും, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അന്തരീക്ഷം, സംരചനയും ഘടനയും, സൗരവികിരണം, താപസന്തുലനം, ഊഷ്മാവ്, അന്തരീക്ഷ ചംക്രമണവും ദിനാന്തരീക്ഷ വ്യൂഹങ്ങളും. അതുപോലെ ചാപ്റ്റർ 12 ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ടും പരിസ്ഥിതി സംരക്ഷണത്തിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ലോക കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനവും ചാപ്റ്റർ 12 +1 ടെക്സ്റ്റ് ബുക്ക് ഉറപ്പായിട്ടും നിങ്ങൾ വായിക്കുക. അപ്പം പലരും ചോദിക്കുന്നുണ്ട്, വായിച്ചാൽ തീരുന്നില്ല, നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. മാക്സിമം നിങ്ങൾ വായിക്കുക. ആദ്യത്തെ ചാപ്റ്റേഴ്സ് നിങ്ങൾ 10ാം ക്ലാസ് വരെ ഉറപ്പിച്ചതിന് ശേഷം ഉറപ്പായിട്ടും ഈ പറയുന്ന ചാപ്റ്റേഴ്സ് വായിക്കുക. പിന്നെ ഒരു എക്സ്ട്രാ പോയിന്റ് പറയാനുള്ളത്, ഇതിലെ തന്നെ, അതായത് +1 തന്നെ ജിയോളജി എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജിയോളജി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഭൂമിയുടെ ഉള്ളറ, അതായത് ഭൂമിയെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെയും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ കുറച്ചുകൂടെ വായിച്ചാൽ മനസ്സിലാവുന്നത് ചിലപ്പം ജിയോളജി ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. ഈ ഭൂമിയുടെ കാര്യങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ജിയോളജി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ സമഗ്രയിൽ കയറിയിട്ട് +1 ടെക്സ്റ്റ് ബുക്ക് അടിച്ചു വെച്ച് നോക്കിയാൽ നമുക്ക് ജിയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വരും. അത് നിങ്ങൾ മലയാളത്തിലെടുത്ത് വായിച്ചു നോക്കുക. ഇത് മനസ്സിലാവാത്തവർ ജിയോളജി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നാഷണൽ ഇൻകം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, അതായത് നമ്മുടെ ദേശീയ വരുമാനം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് 9 ദേശീയ വരുമാനം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. നമ്മളെല്ലാം അതൊക്കെ ഒത്തിരി വട്ടം പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ചാപ്റ്റർ 3 ക്ലാസ് 9 ദേശീയ വരുമാനം, അതുപോലെ ക്ലാസ് 8 ചാപ്റ്റർ 7 സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷനകത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പ്രൊഡക്ഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അപ്പോൾ തൊഴിൽ, മൂലധനം, ക്യാപിറ്റൽ, ആ ഒരു സെക്ഷൻ മൊത്തം ആ ഒരു ചാപ്റ്റർ പഠിപ്പിച്ച സമയത്ത് നമ്മൾ ഊന്നി പറഞ്ഞിട്ട് അതിൻ്റെ നോട്ടും ഞാൻ എക്കണോമിക്സിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റിൽ കംപ്ലീറ്റ് നോട്ടും പ്രത്യേകിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ഈ എക്കണോമിക്സിൻ്റെതുമൊക്കെ നമ്മൾ കൊടുത്തതാണ്. കംപ്ലീറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയ നോട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ പറയുക. നമ്മൾ PDF ആയിട്ട് ഇവിടെ നമ്മുടെ ആ വീഡിയോ PDF ആയിട്ട് നമ്മൾ ടെലഗ്രാമിലും അപ്ലോഡ് ചെയ്ത് തരാൻ തയ്യാറാണ്. അപ്പോൾ ഈ സമ്പദ്ശാസ്ത്രജ്ഞങ്ങളും സാമ്പത്തിക വികസനത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ദേശീയ വരുമാനത്തിൻ്റെയും ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും ആ ഒരു സെക്ഷൻ എന്നൊക്കെ പറയുന്ന കംപ്ലീറ്റ് നോട്ട് നമ്മൾ കൊടുത്തതായിരുന്നു. പഠിച്ചും കഴിഞ്ഞ് മോക്ക് ടെസ്റ്റ് എഴുതിയ കുട്ടികൾ ഇക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ +2 ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്നൊരു പാഠമുണ്ട്. +2 ആണ് കേട്ടോ. +2 ദേശീയ വരുമാനം കണക്കാക്കാം എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. അത് പഠിക്കുക. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് മലയാളം വേർഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് അങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. അതിനകത്ത് കൊച്ചൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. കുറേ പോയി കഴിയുമ്പം അതിനകത്തൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് നോക്കുക. ആ ബോക്സിനകത്ത് നമുക്ക് വേണ്ട പോയിന്റ്സ്, അതായത് GDP, NNP അങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് റിവിഷൻ പോലെ എടുക്കണമെങ്കിലോ നോട്ട് ചെയ്ത് പഠിക്കണമെങ്കിലോ ആ ബോക്സ് ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ. ഇനി +1 എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്ദ്ര വന്നത് തെറ്റിപ്പോയി കേട്ടോ, അത് അറിയാതെ പറ്റിയാണ്. ഞാൻ അത് ടൈപ്പ് ചെയ്ത സമയത്ത് വന്നൊരു എററാണ്. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്ന ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് +1 എക്കണോമിക്സിലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ ഓൾറെഡി പണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ ടെലഗ്രാമിലും ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന, അതായത് കോളനി കാലത്തെ സമ്പദ്ഘടന തൊട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 മുതൽ 90 വരെ, അതിനുശേഷം 91 മുതലുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങളെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ ശരിക്കുള്ള ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് +1 ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ പഠിക്കുക. ഇനി നിങ്ങളോട് എടുത്തു പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം NCERTയെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ NCERTയുടെ ലിസ്റ്റ് നോക്കേണ്ട അതായത് ഉറപ്പായിട്ടും നോക്കേണ്ട 2 ചാപ്റ്റേഴ്സ്. ഒന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും പഠിച്ചാൽ മതി. ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അത്രേ ഉള്ളൂ. ആ 2 പേജസ് മാത്രം പഠിച്ചാൽ മതി. അത് നോക്കണം. ക്ലാസ് 9 ചാപ്റ്റർ 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ ക്ലാസ് 10 ചാപ്റ്റർ 2 എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉറപ്പായിട്ടും ആ ചാപ്റ്റർ നിങ്ങൾ നോക്കണം. NCERT ഇംഗ്ലീഷിലല്ലേ, എനിക്ക് വായിച്ചാൽ മനസ്സിലാവുന്നില്ല. എല്ലാം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പഠിപ്പിച്ചു തരാനുള്ളതിൻ്റെ മാക്സിമം നോട്ടായിട്ടോ ക്ലാസ് ആയിട്ടോ എടുത്ത് തരാൻ ശ്രമിക്കും, ഉറപ്പായിട്ടും ശ്രമിക്കും. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഞാനിപ്പം ഓൾറെഡി ജോഗ്രഫിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ NCERTയുടെ ക്ലാസ് 6ഉം 7ഉം എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ജോഗ്രഫി ഉണ്ട്. അതായത് എർത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സൗരയൂഥത്തിനെ പറ്റിയിട്ടും, അതുപോലെ ഇൻറ്റീരിയർ ഓഫ് എർത്തിനെ പറ്റിയിട്ടും, അല്ലെങ്കിൽ റോക്സിനെ പറ്റിയിട്ടും, അവർ ചേഞ്ചിങ് എർത്ത്, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ആ ചാപ്റ്ററിൻ്റെ പേര്. ലാൻഡ് ഫോംസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചാപ്റ്റർ ക്ലാസ് 6 NCERT, ക്ലാസ് 7 NCERT ജോഗ്രഫിയിൽ കിടപ്പുണ്ട് കേട്ടോ. 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഫുള്ള് ബേസിക്സ് ഓഫ് ജോഗ്രഫി കിടപ്പുണ്ട്. എർത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ സജഷനാണ്, സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ NCERTയും കൂടെ വായിക്കുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബുക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബുക്ക് ലിസ്റ്റ് അനുസരിച്ച് പഠിക്കുക. എനിക്കറിയാം പ്രയാസമാണ്, പക്ഷേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡിഗ്രിക്കായതുകൊണ്ട് തന്നെ നന്നായിട്ട് കഷ്ടപ്പെടാതെ ആർക്കും ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിലിംസ് പാസ്സായി മെയിൻസ് പാസ്സായി വരാൻ പറ്റില്ല. ചിലപ്പോൾ പ്രിലിംസ് പാസ്സാവും, മെയിൻസിനകത്ത് കടക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണെന്ന് മനസ്സിലാക്കി ഇപ്പം തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് തുടങ്ങുന്നു. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട്, എൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന സപ്പോർട്ട് മുഴുവൻ എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. നെഗറ്റീവ്സ് പറയുന്നവരോട്
തൽക്കാലം ചെവി കൊടുക്കാതിരിക്കുക. അത് ഞാനും നിങ്ങളും നെഗറ്റീവ്സ് പറയുന്നതിനകത്തോട്ട് കൂടുതൽ ചെവി കൊടുക്കാതിരിക്കുക. ഇനി ചെവി കൊടുത്താൽ തന്നെ അത് അവിടെ കളഞ്ഞിട്ട് വേണം നമ്മൾ പിന്നീട് പഠിക്കാനായിട്ട്. നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് മനുഷ്യരുടെ ഒരു രീതിയാണ്. നെഗറ്റീവ് പറയും, ഇനി റിസൾട്ട്സ് വരും, റിസൾട്ട് വരുന്ന സമയത്ത് പിന്നെയും നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പം നെഗറ്റീവ് കേൾക്കുക, അവിടെ കളഞ്ഞിട്ട് പിന്നെ പഠിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് നെക്സ്റ്റ് പ്രിലിംസ് മെയിൻസ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അത് ആ വഴിക്ക് വിട്ടേക്കുക. അതവിടെ കഴിഞ്ഞു, ഇനി പുതിയ കാര്യം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. തുടക്കം തൊട്ട് ഒടുക്കം വരെ എല്ലാവരും എൻ്റെ കൂടെ കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നിങ്ങളുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. എന്നാൽ കഴിയുന്ന സപ്പോർട്ട് ഞാൻ തിരിച്ചു ചെയ്യുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ